മോസ്റ്റ് എക്കണോമിക് പവർ ഫാക്ടർ. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിലബസിൻ്റെ കൂടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മോസ്റ്റ് എക്കണോമിക് പവർ ഫാക്ടർ. ഓക്കെ If a consumer improves the power factor, there is a reduction in his maximum KVA demand. ഓക്കെ, നമുക്ക് പവർ ട്രയാങ്കിൾ വരച്ച് നമ്മൾ കുറേ റിലേഷൻസ് ഡിറൈവ് ചെയ്തിരുന്നു. അതിലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു കെ വി എ ഈസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ കോസ് ഫൈ. നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതുമ്പോഴും എഴുതാറുള്ള ലാർജ് KVA റേറ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതാറുള്ള ആ പോയിന്റ് തന്നെ. കോസ് ഫൈ പവർ ഫാക്ടർ കുറയുവാണെങ്കിൽ KVA റേറ്റിംഗ് കൂടുമെന്ന് പറഞ്ഞായിരുന്നു. സിമിലർലി ഇഫ് എ കൺസ്യൂമർ ഇംപ്രൂവ്സ് ദ പവർ ഫാക്ടർ ദർ ഇസ് എ റിഡക്ഷൻ ഇൻ KVA ഈക്വൽ ടു KW ബൈ കോസ് ഫൈ. സോ ഇഫ് കോസ് ഫൈ ഇൻക്രീസസ് KVA ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് ദർ വിൽ ബി ആനുവൽ സേവിങ് ഓവർ ദ മാക്സിമം ഡിമാൻഡ് ചാർജസ്. ഇപ്പോൾ KVA മാക്സിമം KVA ഡിമാൻഡ് കുറയും. അപ്പോൾ അത് കുറയുമ്പോൾ അതിൻ്റെ ചാർജ് നമുക്ക് കുറയും. KVAയുടെ അടയ്ക്കേണ്ട ചാർജ് റെഡ്യൂസ് ആവും. പക്ഷേ ഇറ്റ് ഇൻവോൾവ്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ്. സോ ഇഫ് വി ഹാവ് ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ വി ഹാവ് ടു യൂസ് സം മീൻസ് ലൈക്ക് സ്റ്റാറ്റിക് കപ്പാസിറ്റർ, ബാങ്ക് സിൻക്രണസ് കണ്ടൻസർ, ലൈക്ക് ദാറ്റ്. So if we have to install such an equipment, it involves capital investment. So if we use such an equipment, there will be expenditure in every year in the shape of annual interest and depreciation on the investment made over the power factor correction equipment. അപ്പോൾ നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്താൽ KVA ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ KVAയുടെ ചാർജ് റെഡ്യൂസ് ആവും. പക്ഷേ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിന് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജസ് വരും. ആ കോസ്റ്റിൻ്റെ ഇൻട്രസ്റ്റും ഇപ്പോൾ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജസും വരും. അപ്പോൾ നമ്മൾ സേവിങ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു റിഡക്ഷൻ ഇൻ സേവിങ് വന്നെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ കോസ്റ്റായിട്ടാണ് ഈ വരുന്നത്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ നെറ്റ് ആനുവൽ സേവിങ്, പവർ ഫാക്ടർ കറക്ഷനിൽ നിന്ന് കിട്ടിയ നെറ്റ് ആനുവൽ സേവിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ആനുവൽ സേവിങ് ഇൻ മാക്സിമം ഡിമാൻഡ് ചാർജസ് മൈനസ് ആനുവൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ്. KVAയിൽ വന്ന റിഡക്ഷൻ, അതിന് എന്ത് മൈനസ് ചെയ്യണം? പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ പുറത്ത് നമുക്ക് വരുന്ന എക്സ്പെൻസ്. സോ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് സേവിങ് കിട്ടുന്നത്. ആൻഡ് ദ വാല്യൂ ടു വിച്ച് ദ പവർ ഫാക്ടർ ഷുഡ് ബി ഇംപ്രൂവ്ഡ് so as to have maximum net annual saving is known as the most economical power factor. So there is a particular value of power factor, and if we improve our power factor to that value we will have the maximum annual saving. പവർ ഫാക്ടർ ഒത്തിരി കൂട്ടാൻ നമുക്കല്ലേ, 0.8 എന്നുള്ളതിൽ നിന്ന് 0.9 0.95 ഒക്കെ കൂട്ടാമായിരിക്കും എക്യുപ്മെൻറ്റ് വെച്ചിട്ട്, കപ്പാസിറ്റർ, ബാങ്ക് ഓർ സിൻക്രണസ് കണ്ടൻസറൊക്കെ യൂസ് ചെയ്ത്. പക്ഷേ ഒത്തിരി നമ്മൾ പവർ ഫാക്ടർ കൂട്ടാൻ നിന്നാൽ എന്ത് പറ്റും? പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റും അതുപോലെ ഇൻക്രീസ് ആവും. പക്ഷേ ഏതോ ഒരു വാല്യൂ ഓഫ് പവർ ഫാക്ടറിൽ ഈ നമുക്ക് കിട്ടാൻ പോകുന്ന ആനുവൽ സേവിങ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആ പവർ ഫാക്ടറിനെ പറയുന്ന പേരാണ് മോസ്റ്റ് എക്കണോമിക് പവർ ഫാക്ടർ. ആ പവർ ഫാക്ടർ ഒത്തിരി നമ്മൾ കൂട്ടാൻ പോയാൽ, നേരത്തെ പറഞ്ഞതുപോലെ 0.9 ഒക്കെ എബോവ് കൂട്ടാൻ പോയാൽ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റും കൂടുന്നത് കൊണ്ട് നമ്മുടെ നെറ്റ് ആനുവൽ സേവിങ് ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഏതോ ഒരു പവർ ഫാക്ടറിൽ ആനുവൽ സേവിങ് മാക്സിമം ആവും. ആൻഡ് ദാറ്റ് പവർ ഫാക്ടർ ഈസ് നോൺ ആസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ. ആൻഡ് വി ഹാവ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പവർ ഫാക്ടർ കറക്ഷൻ്റെ ഫേസർ ഡയഗ്രാം. സോ വി നോ ദാറ്റ് while power factor correction the active power always remains constant. So this x-axis, the vector drawn along the x-axis is the active power. This value will always remain constant. Okay, so suppose we are having a load which is having a power factor of cos phi 1. So initial power factor is cos phi 1. Phi 1 is the angle
and initial power factor is cos phi 1. So active power is represented as P, reactive power is represented by this line AB, and value is represented as kVAR1, and the corresponding kVA demand is this one, OB, vector OB, that is denoted as kVA1. This was the initial power triangle, that is OAB. Our load is having a power factor of cos phi 1. And during power factor correction, what we are doing is we will supply leading reactive power to our system. So the reason for low lagging power factor is the amount of reactive power, the reactive power consumed by our load. So in order to compensate for that, we will supply some leading reactive power. Okay, നമ്മളൊരു കപ്പാസിറ്റർ ബാങ്ക് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ലീഡിങ് റിയാക്റ്റീവ് പവർ, ഈ kVAR1 എന്ന് പറയുന്ന അത്രയും ലാഗിങ് റിയാക്റ്റീവ് പവർ നമ്മുടെ ലോഡിനുള്ളത് കൊണ്ടാണ് പവർ ഫാക്ടർ ഇത്രയും താഴേക്ക് വന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു വെക്ടറിൻ്റെ വാല്യൂ, എ ബിയുടെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എ ബി ഇസ് ദ റിയാക്റ്റീവ് പവർ ടേക്കൺ ബൈ ദ ലോഡ്. അപ്പോൾ എ ബിയുടെ വാല്യൂ കുറയ്ക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒ ബി എന്ന് പറയുന്ന വെക്ടർ മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എ ബി ആണ് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാൻ പറ്റിയാൽ എന്ത് പറ്റും? നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ മൂവ് ആവും. സപ്പോസ് ഇഫ് യു ആർ റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് റിയാക്റ്റീവ് പവർ ഫ്രം എ ബി ടു എ പി, വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ അപ്പാരൻറ്റ് പവർ ഇങ്ങോട്ട് വരും, ഒ പി എന്ന് പറയുന്ന വാല്യൂ ആവും. അതിനനുസരിച്ച് ആംഗിളിൻ്റെ വാല്യൂ കുറയുന്നില്ലേ? ഫൈ എന്ന് പറയുന്ന ആംഗിൾ റെഡ്യൂസ് ആവും. ഫൈ റെഡ്യൂസ് ആകുമ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ കൂടും. ഫൈ കുറയുമ്പോൾ കോസ് ഫൈ കൂടും. അപ്പോൾ പവർ ഫാക്ടർ കറക്ഷനിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ ലാഗിങ് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന എടുക്കുന്ന ലോഡിന് പാരലായിട്ട് ലീഡിങ് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന കപ്പാസിറ്ററോ സിങ്ക്രണസ് കണ്ടൻസറോ പോലുള്ളൊരു ഡിവൈസ് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? അത്രയും ലീഡിങ് പവർ ആ ഡിവൈസ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലോഡ് എന്ത് ചെയ്യും? കുറച്ച് റിയാക്റ്റീവ് പവർ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ കാണുന്ന കേസിൽ എന്താ? ഇനീഷ്യലി kVA1 ആയിരുന്നു ഇവിടുത്തെ അപ്പാരൻറ്റ് പവർ, ആൻഡ് റിയാക്റ്റീവ് പവർ വാസ് എ ബി, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് kVAR1. നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ഈ ബി സി എന്ന് പറയുന്ന അത്രയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്തു. ഇത്രയും റിയാക്റ്റീവ് പവർ നമ്മൾ സപ്ലൈ ചെയ്തപ്പോൾ ബാക്കി എത്ര എടുത്താൽ മതി ലോഡിന്? എ സി എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ലോഡ് എടുക്കേണ്ടതായിട്ടുള്ള റിയാക്റ്റീവ് പവർ ഉള്ളൂ. കറസ്പോണ്ടിംഗ്ലി kVA ഡിമാൻഡ് ഇങ്ങോട്ട് ഷിഫ്റ്റായി, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് kVA2. കറസ്പോണ്ടിങ് ആംഗിൾ നോക്കിക്കേ, ഫൈ 2. ഈ ആംഗിൾ, ഇത്ര ആംഗിളിനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തിരിക്കുന്ന? ഫൈ 2. അതായത് ഫൈ 1 കുറവാണ് ഫൈ 2. ദാറ്റ് മീൻസ് കോസ് ഫൈ 2 ഇസ് മോർ ദാൻ കോസ് ഫൈ 1, ഓർ പവർ ഫാക്ടർ ഇസ് ഇംപ്രൂവ്ഡ്. സോ ഇതാണ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്. നമ്മൾ ലീഡിങ് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്ത് പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, so we have seen that we have two values of kVA demand corresponding to initial power factor cos phi 1 and kVA demand corresponding to improved power factor cos phi 2. So we know that the equation for kVA is kW by cos phi, that is active power divided by cos phi. Active power in both the cases remains the same, which is a very important point in power factor correction. The active power will not change. So active power remains as P, and kVA changes, kVA1, kVA2, corresponding power factor also changes. So kVA1 can be denoted as P divided by cos phi 1, and kVA2 is P divided by cos phi 2. And we know that 1 by cos is sec. So 1 by cos phi 1 is sec phi 1, 1 by cos phi 2 is sec phi 2. Now, ആനുവൽ സേവിങ് ഇൻ മാക്സിമം ഡിമാൻഡ് ചാർജസ്. അപ്പോൾ kVA റെഡ്യൂസ് ചെയ്തത് കാരണം ഉണ്ടായ സേവിങ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പൊരു കാര്യം ഉണ്ടായിരുന്നു. Consider a consumer is taking a peak load of P kilowatt at a power factor of cos phi 1 and is charged at a rate of rupees X per kVA of maximum demand. അതായത് ഒരു kVAയുടെ ചാർജ് എത്രയാണ്? X rupees ആണെന്ന് എടുത്തിട്ടുണ്ട്.
ഒരു KVA ഒരു മാക്സിമം ഡിമാൻഡിൻ്റെ KVA മാക്സിമം ഡിമാൻഡിൻ്റെ ചാർജ് എക്സ് പെർ KVA ആണ്. ഒരു KVAക്ക് ₹X. സിമിലർലി ഹിയർ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ റേറ്റ് ₹Y പെർ KVAR. പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് റിയാക്റ്റീവ് പവർ ആണ് സപ്ലൈ ചെയ്യുന്നത്, KVAR. അപ്പോൾ ഒരു KVAR സപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപയാണ്? ₹Y. അപ്പോൾ അതുപോലെ ഒരു KVAയുടെ ചാർജ് X. സോ നമുക്ക് KVA1 KVA2 കിട്ടി. അപ്പോൾ സേവിങ് ഇൻ KVA, റിഡക്ഷൻ ഇൻ KVA എന്ത് വന്നു? ഇനിഷ്യലി KVA കൂടുതലായിരുന്നു, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ KVA കുറഞ്ഞു. അപ്പോൾ ആ ചേഞ്ച് ഇൻ KVA നമ്മൾ എന്തുമാത്രം സേവ് ചെയ്തു? KVA1 മൈനസ് KVA2. അപ്പോൾ എത്ര റുപ്പീസ് സേവ് ചെയ്തു? ഒരു KVAയുടെ ചാർജ് X ആണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തത് KVA1 മൈനസ് KVA2 ഇൻറ്റു X ചെയ്തപ്പോൾ ആനുവൽ സേവിങ് ഇൻ മാക്സിമം ഡിമാൻഡ് കിട്ടി. ഓക്കെ, KVA1 മൈനസ് KVA2 ആണ് നമ്മൾ സേവ് ചെയ്ത് അത്രയും KVA റേറ്റിങ്. അതിനെ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് എത്ര റുപ്പീസാണെന്ന് കിട്ടും. ഇനി KVA1ൻ്റെയും KVA2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുന്ന് KVA1 is P seek 5.1, KVA2 is P seek 5.2. P കോമൺ എടുത്തപ്പോൾ എന്ത് വന്നു? റുപ്പീസ് X ഇൻറ്റു, ഇത് ഇൻറ്റു സൈൻ അല്ല X ആണ് കേട്ടോ, X ഇൻറ്റു P ഇൻറ്റു seek 5.1 മൈനസ് seek 5.2. അടുത്തത് റിയാക്റ്റീവ് പവർ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ആവും അല്ലേ, എക്സ്പെൻഡിച്ചർ ആവും. എക്യുപ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്ലൈ ചെയ്ത റിയാക്റ്റീവ് പവർ എത്രയാണെന്ന് അതിന് ആദ്യം അറിയണം. അപ്പോൾ ഇനീഷ്യൽ റിയാക്റ്റീവ് പവറിനെ എങ്ങനെ എഴുതാം? റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ KVAR1. നോക്കിക്കേ, ഈ ട്രയാങ്കിൾ KVAR1 വരുന്നത് ട്രയാങ്കിൾ OABയിലാണ്. അപ്പോൾ ഇനീഷ്യൽ റിയാക്റ്റീവ് പവർ KVAR1 ഈസ് ABയുടെ വാല്യൂ, AB. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഒക്കെ വെച്ചിട്ട് ABയെ എന്തെഴുതാം? ട്രിഗണോമെട്രിക് റിലേഷൻസ് വെച്ചിട്ട് ABയെ എന്തെഴുതാം? P tan 5.1. OABയിലുള്ള ആംഗിൾ 5.1 ആണ്. അപ്പോൾ AB ഈസ് P tan 5.1. സിമിലർലി KVAR2 ACയെ എങ്ങനെ എഴുതാം? P tan 5.2. ഓക്കെ, KVAR1 is P tan 5.1 and KVAR2 is P tan 5.2. അപ്പോൾ കപ്പാസിറ്റർ എന്തുമാത്രം ലീഡിങ് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്തു? ഇനീഷ്യലി ഉണ്ടായിരുന്ന റിയാക്റ്റീവ് പവർ KVAR1. പവർ ഫാക്ടർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയായി റിയാക്റ്റീവ് പവർ? KVAR2. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ റിയാക്റ്റീവ് പവർ ആര് സപ്ലൈ ചെയ്തതാണ്? ഇത്രയും BC എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്തതാണ് BC. ദാറ്റ് ഇസ് KVAR1 മൈനസ് KVAR2. അതാണ് നമ്മുടെ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്ത ലീഡിങ് റിയാക്റ്റീവ് പവർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ലീഡിങ് റിയാക്റ്റീവ് പവർ സപ്ലൈഡ് ബൈ ദ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് ഇസ് KVAR1 മൈനസ് KVAR2. ദാറ്റ് ഇസ് P tan 5.1 മൈനസ് P tan 5.2. ഇങ്ങനെ എഴുതാം. ഇനി കോസ്റ്റ്, ആനുവൽ കോസ്റ്റ് ഓഫ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ്. കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു KVARന് ₹Y ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് P ഇൻറ്റു tan 5.1 മൈനസ് tan 5.2, അത്രയും KVAR ആണ്. അപ്പോൾ അതേ ഇൻറ്റു Y. അപ്പോൾ ആനുവൽ കോസ്റ്റ് ഓഫ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് ഇസ് ₹PY ഇൻറ്റു tan 5.1 മൈനസ് tan 5.2. ഇനി എന്ത് കണ്ടുപിടിക്കണം? സേവിങ്സ് കണ്ടുപിടിക്കണം. KVA മാക്സിമം ഡിമാൻഡിൽ നമുക്ക് സേവിങ്സും കിട്ടി, പക്ഷേ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് കാരണം എക്സ്പെൻസും ഉണ്ടായി. അപ്പോൾ നെറ്റ് ആനുവൽ സേവിങ് കണ്ടുപിടിക്കാൻ KVA മാക്സിമം ഡിമാൻഡിലുണ്ടായ സേവിങ്സ് മൈനസ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ചെയ്യണം. ഇതായിരുന്നു KVAയുടെ ചാർജ്. X ഇൻറ്റു P ഇൻറ്റു seek 5.1 മൈനസ് seek 5.2 മൈനസ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ ചാർജ് Y ഇൻറ്റു P ഇൻറ്റു tan 5.1 മൈനസ് tan 5.2. ഇനി ഇതാണ് നെറ്റ് ആനുവൽ സേവിങ്ങിൻ്റെ എക്സ്പ്രഷൻ. നമുക്ക് വേണ്ടത് ആനുവൽ സേവിങ് മാക്സിമം ആകണമെങ്കിൽ ഏത് പവർ ഫാക്ടറിലേക്കാണ് നമ്മളിത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ S is equal to XP ഇൻറ്റു seek 5.1 മൈനസ് seek 5.2 മൈനസ് YP ഇൻറ്റു tan 5.1 മൈനസ് tan 5.2. ഈ എക്സ്പ്രഷൻ മാക്സിമം ആകാൻ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട പവർ ഫാക്ടർ, അതായത് 5.2 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. നമ്മളൊരു എക്സ്പ്രഷൻ, ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാൻ എന്തായിരുന്നു ചെയ്യുന്നത്? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 0 ഇക്വേറ്റ് ചെയ്ത് നമ്മുടെ ബേസിക് കാര്യമാണ് നമ്മൾ +2 പഠിക്കുന്നത്. ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാൻ
വിത്ത് റെസ്പെക്ട് ടു ആ ഇക്വേഷനിലുള്ള ഫംഗ്ഷനിലുള്ള വേരിയബിൾ ആരാണോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ നമ്മൾ ആ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ എക്സ് KVA ഡിമാൻഡിൻ്റെ ചാർജ് അത് കോൺസ്റ്റൻ്റ് ആണ്, ആക്റ്റീവ് പവർ കോൺസ്റ്റൻ്റ് ആണ്. 5.1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡിൻ്റെ പവർ ഫാക്ടറാണ്, ഇനീഷ്യൽ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്, അതും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ വേരിയബിൾ 5.2, അതായത് നമ്മൾ ഏത് പവർ ഫാക്ടറിലേക്കാണോ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതൊരു വേരിയബിളാണ്. കാരണം ഈ വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്യാം. 0.8 ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, 0.9 ഏത് വാല്യൂയിലേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ 5.2 ആണ് ഇവിടെ നമ്മുടെ വേരിയബിൾ. അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു 5.2 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനെ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് കണ്ടോ എന്താ ചെയ്യേണ്ടത്? എസ്സിനെ d/d∅2 ഓഫ് എസ്, ds/d∅2. ഇവിടെ എഴുതിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കണം. ds/d∅2 or d/d∅2 s ഈക്വൽ ടു 0 ചെയ്യണം. ദാറ്റ് ഇസ് d/d∅2 ഓഫ് എസ്സിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? xp ഇൻറ്റു sec⁵1 മൈനസ് sec⁵2 മൈനസ് yp ഇൻറ്റു tan⁵1 മൈനസ് tan⁵2 ഈക്വൽ ടു 0 എന്ന് ചെയ്യണം. ഓക്കെ, അതായത് 4 ടേംസ് ഇവിടെ ആഡും സബ്സ്ട്രാക്റ്റും ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം xp sec⁵1, 5.2 ആണ് നമ്മുടെ വേരിയബിൾ, അപ്പോൾ ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. സെക്കൻഡ് ടേം d/d∅2 ഓഫ് xp sec⁵2, xp കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ xp ഇൻറ്റു സീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec⁵2 tan⁵2, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. അപ്പോൾ ഈ ടേം എന്ത് വരും? sec⁵2 tan⁵2 മൈനസ് അടുത്ത ടേം yp tan⁵1 കോൺസ്റ്റൻ്റ് ആണ്, 0 വരും. നെക്സ്റ്റ് ടേം yp ഇൻറ്റു d/d∅2 ഓഫ് tan⁵2, yp കോൺസ്റ്റൻ്റ് ഇൻറ്റു ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec². കേട്ടോ, ഇത് sec² ആണേ. ടാനിൻ്റെ ഡെറിവേറ്റീവ് sec²⁵2. ഓക്കെ, ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യണം, 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഇസ് മൈനസ് xp sec⁵2 tan⁵2 പ്ലസ് yp sec²⁵2 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ട് സീക്ക് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു സീക്ക് ഉണ്ട്, ഇവിടെ ഒരു സീക്ക് ഉണ്ട്, രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? പിന്നെ പിയും കോമൺ ആണ്, ഇവിടെ ഉണ്ട് പി, ഈ രണ്ട് ടേമിലും പി ഉണ്ട്. പിയും ഒരു സീക്ക് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? -x tan⁵2 പ്ലസ് y sec⁵2 ഈക്വൽ ടു 0. ഇനി റീഅറേഞ്ച് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടത് പവർ ഫാക്ടറിൻ്റെ വാല്യൂ ആണ്, അതുകൊണ്ട് tan⁵2 ഈ സൈഡിലിട്ടു, ബാക്കി അപ്പുറത്ത് കൊണ്ടുപോയി രണ്ട് സൈഡിലാക്കി. tan⁵2 ഈക്വൽ ടു yx sec⁵2 എന്ന് വരും. ഓർ സീക്കിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? സീക്ക് ടാൻ സൈൻ ബൈ കോസ് ആണ്, സീക്ക് 1/cos ആണ്, അപ്പോൾ കോസ് ക്യാൻസലായി പോയിട്ട് sin⁵2 ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എക്സ്, y/x ആണ് കേട്ടോ. sin⁵2 ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? cos⁵2ൻ്റെ വാല്യൂ ആണ്. cos⁵2 മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ cos⁵2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ sin⁵2 കിട്ടി, പിന്നെ നമുക്ക് എന്തറിയാം? sin² x പ്ലസ് cos² x ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. ഓക്കെ, sin² x പ്ലസ് cos² x ഈക്വൽ ടു 1, അതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. sin² x പ്ലസ് sin² x പ്ലസ് cos² x ഈക്വൽ ടു 1, അതിൽ നിന്ന് cos² x എങ്ങനെ കണ്ടുപിടിക്കും? 1 മൈനസ് sin² x, cos x √1 മൈനസ് sin² x. അപ്പോൾ ഇവിടുന്ന് cos⁵2 √1 മൈനസ് sin²⁵2. ഇനി sin²⁵2 എന്താ? sin⁵2 y/x ആണ്, അപ്പോൾ sin²⁵2 √1 മൈനസ് y/x ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ, മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടറിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ ഇതാണ്. cos⁵2 ഇസ് ഈക്വൽ ടു √1 മൈനസ് y/x ദ ഹോൾ സ്ക്വയർ. y എന്താണ്? പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ അതിനകത്ത് വരുന്ന കോസ്റ്റാണ്, ഒരു kVARൻ്റെ ചാർജ്. y ഈസ് ദ ചാർജ് പെർ kVAR. x എന്താണ്?
കെ വി എ മാക്സിമം ഡിമാൻഡിൻ്റെ ചാർജ്, ഒരു കെ വി എയുടെ ചാർജാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ. ഇനീഷ്യൽ പവർ ഫാക്ടറായ കോസ് 5(1) അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ ഡിപ്പെൻഡ്സ് ഒൺലി ഓൺ ദ റിലേറ്റീവ് കോസ്റ്റ് ഓഫ് സപ്ലൈ ആൻഡ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ്, അതായത് എക്സ് ആൻഡ് വൈ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഒറിജിനൽ പവർ ഫാക്ടർ കോസ് 5(1).